രാജാക്കന്മാരുടെ രണ്ടാം പുസ്തകം 3-ാം അധ്യായം 1 മുതൽ 6 വരെ തിരുവചനങ്ങൾ. ബർക്കമോർ. യഹൂദ്യ രാജാവായ യഹോശഫാത്തിന്റെ 18-ാം ആണ്ടിൽ ആഹാബിന്റെ മകനായ യഹോരാം ശമര്യയിൽ ഇസ്രായേലിന് രാജാവായി. അവൻ 12 സംവത്സരം ഭരിച്ചു. അവൻ ദൈവത്തിന് അനിഷ്ടമായത് ചെയ്തു. തൻ്റെ അപ്പനെയും അമ്മയെയും പോലെ അല്ല താനും. തൻ്റെ പിതാവുണ്ടാക്കിയ ബാൽ വിഗ്രഹം അവൻ നീക്കിക്കളഞ്ഞു. എന്നാലും ഇസ്രായേലിനെ കൊണ്ട് പാപം ചെയ്യിച്ച നെബോത്തിന്റെ മകനായ യെരൊബെയാമിന്റെ പാപങ്ങളെ അവൻ വിട്ടുമാറാതെ മുറുകെ പിടിച്ചുമിരുന്നു. മോവാബ് രാജാവായ മീശോയ്ക്ക് അനവധി ആടുണ്ടായിരുന്നു. അവൻ ഇസ്രായേൽ രാജാവിന് 100,000 കുഞ്ഞാടുകളെയും കമ്പിളി രോമമുള്ള 100,000 ആട്ടുകൊറ്റന്മാരെയും കൊടുത്തു. എന്നാൽ ആഹാബ് മരിച്ച ശേഷം മോവാബ് രാജാവ് ഇസ്രായേൽ രാജാവിനോട് മത്സരിച്ചു. ആ കാലത്ത് യഹോരാം രാജാവ് ശമര്യയിൽ നിന്ന് പുറപ്പെട്ട് ഇസ്രായേലിനെ എല്ലാം എണ്ണി. കാരുണ്യവാനേ, നിന്റെ ദൈവത്വത്തിന്റെ ധാരാളമായ കരുണകളാൽ കൃപയോടെ ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ.